പ്രണയം, വൃദ്ധനെ പോലും ഡൈയടിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രണയം, അസുരനെ കൊണ്ടുപോലും ലവ് ലെറ്റർ എഴുതാൻ പഠിപ്പിക്കുന്ന പ്രണയം. ഇപ്പോൾ ഒരു മഴ പെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്തിനാ പോലെ? പ്രണയിക്കുന്നവർക്ക് മഴ നല്ലതല്ലേ? പ്രണയിക്കുന്നവർക്ക് മഴ നല്ലതാണ്, പക്ഷേ പണിക്ക് പോകുന്നവർക്ക് ഇത്രയും മെനകെട്ട ഒരു ഐറ്റം വേറെ ഇല്ല. രാവിലെ എന്തൊക്കെ പ്രതീക്ഷകളാണെന്നറിയാം പണിക്ക് ഇറങ്ങുന്നത്, അപ്പോഴാണ് ഒരു മെനകെട്ട മഴ. അല്ലേലും അതെ, ഈ കണ്ണേട്ടന് ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ റൊമാൻറ്റിക്കൊക്കെയാണ്, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ. ആരാന്നറിയില്ല. ഹലോ, ആ ഞാൻ വരാം. ശരി. ആരേട്ടാ? മാമൻ്റെ മോള് ലക്ഷ്മി. അവളെന്തിനാ കണ്ണേട്ടനെ വിളിക്കണേ? അവൾക്ക് PSCയുടെ ഏതോ ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി. കണ്ണേട്ടന്റെ വണ്ടിയിൽ വേറെ ആരും കയറണ എനിക്ക് ഇഷ്ടമല്ല. അവക്ക് ബസ്സിൽ പോയിക്കൂടെ? അയ്യോ, ഇത് നമ്മുടെ റിലേഷനാണ്, അടുത്ത കൊച്ച് മാമൻ്റെ മോള്. ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയാണോ കണ്ണേട്ടനോട്? കണ്ണേട്ടൻ എൻ്റെ അല്ലേ, എൻ്റെ മാത്രല്ലേ? അയ്യോ, അവളെ നമ്പർ ഞാൻ ഡിലേറ്റ് ചെയ്യാം കേട്ടോ. അവൾ വേണമെങ്കിൽ PSC ടെസ്റ്റ് ചെയ്ത് ജോലി മേടിക്കും, എന്തോ ആയിക്കോട്ടെ. ഞാൻ ആരോടും മിണ്ടത്തില്ല. മതി. പോട്ടെ. കരയണ്ട. അല്ല, ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേമിക്കുന്നവരാ. അതിനിവിടെ എന്തിനു വന്നത്? സംസാരിക്കാൻ വന്നു. എന്ത് സംസാരം? സാധാരണ കല്യാണം കഴിക്കുന്നവരെന്താ സംസാരിക്കുന്നത്? സാധാരണ കല്യാണം കഴിക്കുന്നവരെന്താണ് സംസാരിക്കുന്നത്? ഞാനേ പ്രേമിക്കുന്നുള്ളൂ. അവളെന്നോട് ഇതുവരെയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. ആരോട്? ഇവിടെ പ്രേമിക്കുന്നവർക്ക് പ്രവേശനം നിനക്ക് അറിഞ്ഞൂടാ? അല്ല സാർ, എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. വെളിയിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല ചേട്ടാ. നീ ശ്രദ്ധിച്ചില്ലേ? മുക്കിന്ന് പയ്യന്മാരുള്ള നീ വിളിച്ചിട്ട് വരാൻ പറയണ. സംസാരിച്ചിരുന്നേ ഉള്ളൂ ചേട്ടാ. അറിഞ്ഞൂടായിരുന്നു ചേട്ടാ. ചേട്ടാ ആദ്യമായിട്ടല്ലേ ചേട്ടാ, കൊണ്ട് എനിക്കൊരു വാണിംഗ് തരണം. എടാ, ആദ്യമായിട്ടാണ് നിനക്കൊരു വാണിംഗ് തരാം, പക്ഷെ ഇതും കൂടെ കൂടി 7ാമത്തെ വാണിംഗ് എവക്ക് കൊടുക്കുന്നത്.